നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ SI സാബുവിനോട് പ്രതികാരം ചെയ്യുന്നുണ്ട് വിക്രം. കാരണം തൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയൊക്കെ തല്ലി ചതച്ചാൽ പിന്നെ വിക്രത്തിന് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല. അതിനുള്ള നല്ല ഇടിവെട്ട് പണി തന്നെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ടു ഒടുവിൽ വിശ്വത്തിനിട്ടും വിനായകനിട്ടും ഒക്കെ SI സാബു നല്ല വെണ്ണം തന്നെ അടി കൊടുക്കുകയാണ്. പിന്നീട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം നന്ദിനി വിനായകന് ചൂടൊക്കെ പിടിക്കുന്നുണ്ട്. ശ്രീജ വിശ്വത്തെയും കൊണ്ട് മുറിയിലേക്ക് പോയി. പിന്നീട് വിശ്വത്തിനോട് ചോദിച്ചു, വിശ്വൻ്റെ വേദന ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചൂട് പിടിക്കാമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറയാണ്. വിശ്വത്തിന് മുഖം കണ്ടുകഴിഞ്ഞപ്പം ശ്രീജയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ശ്രീജ പറഞ്ഞു, സാരമില്ല വിശ്വേട്ടാ, വിക്രത്തിന് വേണ്ടിയിട്ടല്ലേ, ഒരു പക്ഷേങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ തെളിവായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, അത് കുഴപ്പമില്ല, പക്ഷെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാ എനിക്ക് വല്ലാത്തൊരു വിഷമം വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ കെട്ടിപ്പിടിച്ച് വിശ്വം കരയുവേണം. ആ സമയം ശ്രീജ പറഞ്ഞ് സങ്കടപ്പെടണ്ട, അതല്ല ഞങ്ങൾക്കിട്ട് അടി കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ നെഞ്ചു പൊട്ടി കരയുന്ന ഞങ്ങൾ കണ്ടു. അച്ഛൻ്റെ മനസ്സിലെ വേദന ഈ അടിയേക്കാളും വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്കതെന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രീജ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരായിരിക്കും. വേദ എന്താളും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പം വിശ്വണ്ണും വിനായകനും ഒക്കെ തല്ലി കിട്ടിയ കാര്യമൊന്നും വേദ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, അത് പിന്നെ തല്ലി കിട്ടിയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നേ, പക്ഷേങ്കിൽ ഞങ്ങൾ പോലീസ് ലോക്കപ്പില്ല, അല്ലെങ്കിൽ ഞങ്ങളെ പോലീസുകാർ അങ്ങോട്ട് വിളിപ്പിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞു കഴിഞ്ഞിട്ട് ദർശൻ വക്കീലിനെ കൊണ്ട് വിളിപ്പിച്ചായിരുന്നു. അതിൻ്റെ പേരിൽ SI സാബു കുറേ ചീത്തയൊക്കെ പറഞ്ഞു. പിന്നീട് വൃത്തികെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീജ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് വിശ്വേട്ടാ, വേദ ഇങ്ങോട്ടേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. അവൾക്ക് ഇപ്പോഴും ഈ കുടുംബത്തോട് സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ വിശ്വേട്ടനെയും വിനായനെയും ഒക്കെ പോലീസ് അങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ദർശനെ കൊണ്ട് വിളിപ്പിച്ചേ. ഉറപ്പായിട്ടും വിക്രത്തെ രക്ഷിക്കാനായിട്ട് അവൾക്ക് പറ്റും. വിക്രത്തിൻ്റെ ആപത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അവൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് വിക്രം അല്ലല്ലോ കൊലപാതകി. വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. വിശ്വം പറഞ്ഞു, ശരിയാ, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് നന്ദിനിക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഒറ്റയെടുത്ത് എല്ലാത്തിനും കാരണം വേദ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ എന്നൊരു ചിന്തയായിരുന്നു നന്ദിനിയുടെ മനസ്സിൽ. വിനായകന് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല വിനയേട്ട. പിന്നെയോ എനിക്ക് അവളെ ഒന്ന് വിളിക്കണം, ആ വേദയെ. അല്ല, വേദയെ വിളിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോവാന്നോ? 4 വർത്താനം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഇനിയിപ്പോൾ വേദയെ വിളിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അവിടെ ആണെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ദർശനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ SI സാബുവിനെ. അതിൻ്റെ പേരിൽ അയാൾ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. എങ്കിൽ ഇപ്പം തന്നെ വിളിച്ചിട്ട് കാര്യമുള്ളെന്ന് പറഞ്ഞു. പിന്നീട് വേദയെ വിളിക്കുകയാണ് നന്ദിനി. അപ്പോഴേക്കും വേദ കോളെടുത്ത് ചോദിച്ചു, എന്താ നന്ദിനി ചേച്ചിന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, എന്താണോ, നിനക്കൊന്നും അറിയണ്ടല്ലോ, നീ അവിടെ പോയി സുഖിച്ച് കിടക്കുവാണല്ലോ. നീ നിന്റെ ഗുണ്ടാ ഭർത്താവും കാരണം ഇപ്പം വേദന അനുഭവിക്കുന്ന ഞാനും എൻ്റെ ഭർത്താവും ഒക്കെയാന്ന് പറഞ്ഞു. ഈ കുടുംബത്തിലുള്ളവരാന്ന് പറഞ്ഞു. വേദന അനുഭവിക്കുന്നോ? എന്തൊക്കെയാ നന്ദിനി ചേച്ചി പറയണമെന്ന് ചോദിച്ചു. നിനക്കൊന്നും അറിയത്തില്ലല്ലേ, കൂടുതലൊന്നും ഞാൻ പറയണില്ല. നിന്റെ ഭർത്താവ് ചെയ്ത ആ ഗുണ്ടാവിക്രം ചെയ്ത പരിപാടി കാരണം വിശ്വേട്ടനും വിനയേട്ടനും ഒക്കെ പോലീസുകാർ ലോക്കപ്പിൽ കൊണ്ടുപോയി നന്നായിട്ട് തല്ലിച്ചതച്ചു. അറിയാലോ? തല്ലിച്ചതച്ചെന്നാ? അതെ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, അമ്മാതിരിയാ തല്ലിച്ചതച്ച. എടി, അവൻ എവിടെയുണ്ടെങ്കിൽ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം, വന്ന് കീഴടങ്ങാൻ പറ. അല്ലെങ്കിൽ ഇനിയും അയാൾ വരും, SI സാബു. മിക്കവാറും ഇനിയും വന്നിട്ട് വിശ്വേട്ടനെ അതുപോലെ തന്നെ വിനയേട്ടനും ഒക്കെ തല്ലിച്ചതയ്ക്കും. ഇനിയും കൂടെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവർ ചത്തുപോകത്തുള്ളൂ. എനിക്ക് ഭർത്താവില്ലാതെ പോകും. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ വന്ന് ഞാൻ കെട്ടിത്തൂങ്ങി ചാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി വായി തോന്നി എല്ലാം വിളിച്ച് പറയണം. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, നന്ദിനി അടുത്തി ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീയൊന്നും അറിയത്തില്ലല്ലോ, എന്ന് നീ ഇങ്ങ് വീട്ടിലേക്ക് വന്നു അന്ന് തുടങ്ങിയ കഷ്ടകാലമാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തു. അപ്പോഴാണ് വേദയ്ക്ക് കാര്യം മനസ്സിലായത്. കാരണം ദർശൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ടാ അവർ പറഞ്ഞത് SI സാബു. പക്ഷെ അതല്ല, അവരെ നല്ലവണ്ണം തന്നെ തല്ലിച്ചതച്ചു. അതോർത്ത് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല. അതുമാത്രമല്ല, അച്ഛനെയും ചോദ്യം ചെയ്തു. ഇനിയിപ്പോൾ അച്ഛനിട്ട് അടി കിട്ടിയോന്ന് അറിയത്തില്ല, നന്ദിനിയടുത്ത് പറയാത്താണോന്നും അറിയത്തില്ല. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ വിക്രം സ്വപ്നം കണ്ട പോലെ തന്നെ ആയല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്.
വിക്രത്തെ വിളിക്കണമെന്ന് വേദയ്ക്ക് തോന്നുവാണ്. പിന്നീട് വിക്രത്തെ വിളിക്കുമോ വേദ? വിക്രം ചോദിച്ചു, എന്താ വേദ, വലിയ വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, അത് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരെ, അച്ഛനെ, വിശ്വനെയും വിനായകനെയൊക്കെ. എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തി. കാര്യം നീ പറ വേദ എന്ന് പറഞ്ഞു. അല്ല, അവിടെ വെച്ച് ചോദ്യം ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറ്റിയിട്ട് വിശ്വനെ വിനയനെയൊക്കെ നല്ലവണ്ണം തന്നെ തല്ലി ചതച്ചെന്നാ പറഞ്ഞ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും നെഞ്ചുവേദനയൊക്കെ ഉണ്ടായെന്ന്. അതെ, തൽക്കാലത്തേക്ക് ഇപ്പം നമ്മൾ ഒന്നിനും പോകണ്ട കേട്ടോ. ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, എസ് ഐ സാബു ഉണ്ടല്ലോ, ഒരു കാരണവശാലും അയാളുടെ മുന്നിൽ പോയി പിടി കൊടുക്കരുത്. എങ്ങാനും അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചോണം. വിക്രത്തെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർക്കാനായിട്ട് അയാൾ നടക്കുന്നേ. ആ വാസുവിനോടൊപ്പം ചേർന്നിട്ട് വാസുവിൻ്റെ കയ്യിലും ഈ പറയുന്ന സാബുവിൻ്റെ കയ്യിൽ പെട്ടാലും വിക്രത്തിനെ തീർത്ത് കളയത്തുള്ളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ചോദിച്ചു, അല്ല അച്ഛനെ എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ദർശനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എസ് ഐ സാബു പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അറസ്റ്റ് പോലും രേഖപ്പെടുത്തിയില്ല. അയാൾ മനഃപൂർവ്വം കരുതി കൂട്ടിയ വിക്രം ചെയ്തിരിക്കുന്നത്. വിക്രം എവിടെയുണ്ടെങ്കിലും പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ ഇനിയും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും, അറിയാലോ. ഇതിൻ്റെ പേരിൽ വിക്രം പുറത്തിറങ്ങണം, പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങണം. ആ ഒരു ചിന്ത അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തെ ഉപദ്രവിക്കാനാണ് പ്ലാന്. അതുകൊണ്ട് വിക്രം ഒരു കാരണവശാലും പുറത്തിറങ്ങില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ വിക്രം ഒന്നും മിണ്ടിയില്ല. എന്താ വിക്രം? ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നൊരു ദിവസം അവിടെ കഴിഞ്ഞാൽ നാളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. വിക്രം ശരിയെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പക്ഷേങ്കിൽ വിക്രത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമാണോ? തൻ്റെ ചേട്ടന്മാർക്കും അതുപോലെ തന്നെ അച്ഛനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം ആ എസ് ഐ സാബുവാണ്. അവനെ വെറുതെ വിടാൻ പാടില്ല. തൻ്റെ അച്ഛൻ്റെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിലും വെറുതെ വിടില്ല. അപ്പം മാഷിൻ്റെ കർണത്തടിച്ചിട്ടുണ്ടായിരുന്നു എസ് ഐ സാബു. വിക്രത്തിന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. വിക്രം അങ്ങനെ കാത്തിരുന്ന് രാത്രിയാവാൻ വേണ്ടിയിട്ട്. വിക്രത്തിനറിയാം എസ് ഐ സാബു വീട്ടിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ വിക്രത്തിന് നന്നായിട്ട് അറിയാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. വിക്രം അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ അവിടെ നിന്നൊരു ഷോളൊക്കെ എടുത്ത് തലവഴി ഇങ്ങനെ ഇട്ടിട്ട് വിക്രം ഇറങ്ങണം. കയ്യിലൊരു കമ്പ് എടുത്തു. കാരണം ശരിക്കും നടക്കാൻ പറ്റില്ല, കാലിന് ചട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. തൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ നേർക്ക് കൈ പൊക്കിയതാണെങ്കിൽ അവൻ്റെ കൈ ഒടിച്ചു വരണം എന്നൊരു ചിന്തയായിരുന്നു. കൈ മാത്രമല്ല, കാലും ഒടിച്ചു വരണം. ഇനി അവൻ എഴുന്നേക്കാൻ പാടില്ല. പിന്നീട് വിക്രം ഈ എസ് ഐ സാബു വരുന്ന വഴിയിൽ ഒരു പണി ഒപ്പിച്ചു വെച്ചു. കാരണം അയാൾ ബൈക്കും കൊണ്ടായിരിക്കും വൈകുന്നേരം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്, അയാളുടെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വിക്രം ഒരു വള്ളിയൊക്കെ നേരെ വലിച്ചു കെട്ടി. പിന്നീട് എസ് ഐ സാബുവിൻ്റെ വണ്ടിയൊക്കെ വിക്രത്തിനറിയാം. വീട്ടിലേക്ക് അങ്ങനെ വരണ സമയത്ത് എന്ത് ചെയ്തു? ആ വള്ളിയെ പിടിച്ച് പതുക്കെ വലിച്ചു. കൃത്യം എസ് ഐ സാബുവിൻ്റെ വണ്ടി ബൈക്ക് വന്നിട്ട് അത്തേ തട്ടി എടുത്തടിച്ച് കിടക്കുവാണ് ആ വള്ളിയെ തട്ടിയിട്ട്. ആ വീണ സമയം മാത്രം മതിയായിരുന്നു വിക്രത്തിൻ്റെ കയ്യിൽ വലിയൊരു മുളങ്കമ്പായിരുന്നിരുന്നേ. വിക്രം അതുമായിട്ട് അങ്ങോട്ട് ചെന്നു. സാബു വീണ് കിടത്തിൻ്റെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും തലവഴിക്ക് ഷോളിട്ട് മൂടി പൊതിച്ച ഒരാൾ ആരെ എന്താണെന്നും മനസ്സിലായില്ല. സാബുവിനൊന്നും നോക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വിക്രത്തിൻ്റെ ആദ്യത്തെ അടി വീണിട്ടുണ്ടായിരുന്നു. പിന്നീട് സാബുവിനെ അവിടെ ഇട്ട് ചതയ്ക്കുന്ന പോലെ ചതയ്ക്കുക മാത്രമല്ല ചെയ്തേ, അവൻ്റെ കൈയും കാലും കൂടെ തല്ലി ഓടിക്കുകയാണ്. കൈയൊക്കെ പിടിച്ച് തിരിച്ചു വിട്ടു. കാരണം പ്രതികാരം എന്ന് പറഞ്ഞാൽ വിക്രത്തിന് അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല. വിക്രത്തിന് എന്ത് ചെയ്താലും വിക്രം സഹിക്കും. പക്ഷെ അച്ഛന് നേരെയോ ചേട്ടന്മാർക്ക് നേരെയോ കൈ ആരെങ്കിലും പൊക്കിയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം. കാരണം വിശ്വത്തിനെയും അതുപോലെ മാഷിനെയൊക്കെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് വിക്രം. അപ്പോൾ അവർക്കൊരാപത്ത് വന്നാൽ പിന്നെ വിക്രത്തിന് ഏത് അവസ്ഥയാണെങ്കിലും ഇച്ചിരിയെങ്കിലും ജീവനുണ്ടെങ്കിൽ വിക്രം അതിന് പ്രതികാരം ചെയ്തിരിക്കും. പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥയായിരുന്നു വിക്രത്തിൻ്റെ. ഇതറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ വിക്രം പോയി പ്രതികാരം ചെയ്യുന്നുണ്ട്. ഒടുവിൽ അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി എസ് ഐ സാബുവിന്. അങ്ങനെ അവനെ അവിടെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ടാണ് വിക്രം തിരികെ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും എസ് ഐ സാബുവിന് കിട്ടാനുള്ളത് കിട്ടി. ഇനിയിപ്പോൾ വാസവിനും ശ്രീകാന്തിനും ഒക്കെയാണ്. അധികം വൈകാതെ തന്നെ അവർക്കും കിട്ടും. അപ്പോൾ അതിൻ്റെ നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.